ഉണക്കക്കിഴങ്ങ് കറി വെച്ചത്, ഉണ്ടമുളക്, ഇതൊക്കെ ഇന്നലത്തതാണ്. ഇപ്പോൾ ഒരു പഠനം ഉണ്ടായിട്ടുണ്ട്. ആ പഠനത്തിൽ പഴങ്കഞ്ഞി കുടിക്കുന്നതാണ് നല്ലതെന്നുണ്ട്. പക്ഷേ എനിക്ക് പഴങ്കഞ്ഞി കുടിച്ചേ കൂടാ. അപ്പോൾ പഴങ്കഞ്ഞിക്ക് ഇന്നലത്തെ വങ്കടക്കറി. അപ്പോൾ അമ്മക്കൂടെ നോമ്പായതുകൊണ്ട് അത് നോമ്പ് പിടിക്കുമല്ലോ. അപ്പോൾ ഇവിടെ ചോറ്റുപാത്രം അങ്ങനെ ഇല്ലല്ലോ. ഇത് എനിക്ക് നോമ്പില്ല, അതുകൊണ്ടാണ്. ഇത് വെളുത്തുള്ളി അച്ചാറാണേ, ഇത് തൈരാണേ, തൈരും ഉണ്ടമുളകും മീൻകറിയും ചമ്മന്തിയും. ഇങ്ങനെ ഇളക്കി കിഴങ്ങ് ഇങ്ങനെ ഇളക്കി ഇച്ചിരി അച്ചാറും കൂടെ എടുത്ത് ഇങ്ങോട്ട് വെച്ച് അതിൽ തിന്നിട്ട് സ്വർഗം മാമാ, സ്വർഗം. പഴങ്കഞ്ഞി തരുന്ന ഒരു സുഖം മറ്റൊന്നിനുമില്ല എനിക്ക്. നമുക്ക് ഉണ്ടമുളക്, ഇനി ഈ ഉണ്ടമുളക് ഇങ്ങനെ ഉടയ്ക്കണം. നോമ്പിൻ്റെ ഇടവേളയാണ് എനിക്ക്. ഞാൻ ഈ 30 നോമ്പും കിട്ടത്തില്ലല്ലോ നമുക്ക് സ്ത്രീകൾക്ക്. മുമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉടയ്ക്കണം. അപ്പം നോമ്പില്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം റമദാനിലെ നോമ്പ് ഞാൻ ഭയങ്കര എൻ്റെ ഒരു ഭയങ്കര ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ പലരും പല രീതിയിൽ ആ പ്രാർത്ഥനയെ ഇന്ന രീതിയിൽ പ്രാർത്ഥിക്കണം, നമ്മളെല്ലാ പ്രാർത്ഥനയും അർച്ചനയും എല്ലാം എത്തുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്, ദൈവത്തിങ്കലേക്കാണ് അല്ലേ. അപ്പോൾ ആളുകൾ കിടന്ന് പലതും പറഞ്ഞു തരും. നമുക്കറിയാം ദൈവം എന്താണെന്ന്. അതനുസരിച്ചിട്ട് അങ്ങ് നോമ്പ് പിടിച്ചാൽ മതി. അല്ലാതെ ആളുകൾ പറയുന്ന എല്ലാം ഒന്നും മുഖവിലയ്ക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പലരും പലതുമാണ് പറയുന്നത്. ഇത് എൻ്റെ ഒരു കണ്ടെത്തലാണ് കേട്ടോ. നമുക്ക് പലരും പലതും പറഞ്ഞു തരും. അപ്പം ഞാൻ ഈ പഴഞ്ചോറ് കഴിക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ ദിവസത്തേക്ക് എനിക്ക് ഇനിയിപ്പോൾ ജലദോഷത്തിൻ്റെ ഇതൊക്കെ ആയിരിക്കും. ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അങ്ങ് ഇതാവും. ഇത് ഉണക്കക്കിഴങ്ങാണ്. എന്നിട്ട് ഇങ്ങനെ ഇളക്കി ഉണ്ടമുളകൊക്കെ എടുത്ത് വെച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. തൈര് ഒന്നാമത് എനിക്ക് ദോഷമാണ്. എന്നിട്ട് ഇങ്ങനെ കഴിക്കണം.